തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നോ ഒക്കെ വൈദ്യുതി പ്രസരണം അമിതമാകുന്നത് മൂലം വരുന്ന ഒരു ചലന വൈകല്യം അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യമാണ് അപസ്മാരം. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന പാർശ്വഭാഗം ടെമ്പറൽ ലോബ്, അവിടെ നിന്ന് അമിതമായിട്ട് വൈദ്യുതി പ്രസരണം വരുമ്പോൾ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്നൊരു അപസ്മാരം വരാം. ഈ അപസ്മാരം കൃത്യമായി ചികിത്സിക്കപ്പെടാതെ നിയന്ത്രിക്കപ്പെടാതെ ദീർഘകാലം പോയാൽ ഒരു അപസ്മാര സംബന്ധ വ്യക്തിത്വ വൈകല്യം, എപ്പിലെപ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു അവസ്ഥ വരാം. ഈ അപസ്മാര സംബന്ധ വ്യക്തിത്വ വൈകല്യത്തിന് പ്രധാനമായിട്ട് 3-4 ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, അമിതമായിട്ടുള്ള ഭക്തി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ തത്വചിന്ത അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൊരു പ്രവണത. 2, എഴുതുക. ആ എഴുതുന്ന കാര്യങ്ങൾ ഒരുപാട് സമയമെടുത്ത് വലിച്ചുവാരി എഴുതുന്നതിൽ മൊത്തം ഈ പറഞ്ഞ പോലത്തെ തത്വചിന്തയും ഭക്തിയും ഒക്കെ ആയിരിക്കും. 3, ഒരു ലൈംഗിക താല്പര്യം ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. 4, വിസ്കോസിറ്റി എന്ന് പറയും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയം സംസാരിച്ച് തുടങ്ങുന്നു, ആ വിഷയത്തിൽ നിന്ന് മാറാതെ ആ വിഷയത്തിൻ്റെ പ്രസക്തി അവസാനിച്ച് കഴിഞ്ഞാൽ അത് തന്നെ പിന്നെയും അതിൽ തന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു.